വേഗം നടക്കണം അങ്ങോട്ട്. എന്താന്ന് പരീം കളിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ നിന്റെ കൂടെ പറ. ഉണ്ണികൃഷ്ണൻ എന്താടാകുന്ന അണിഞ്ഞിരിക്കുന്നത്? നീ ഇപ്പൊ എവിടെ വരുന്നത്? സാർ നല്ല ചൂടല്ലേ, ഞാൻ അപ്പുറത്തെ തോട്ടിക്കൂടി ചാടി. നടക്കണ വരിയില്ലേ? നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. അന്ന് അവന് കാറ്റിൽ ഫാമിലായിരുന്നു ജോലി. രാവിലെ മുതൽ 5 മണിക്ക് തിരിച്ച് കയറ്റുന്നവരെ ഫുൾ ടൈം അവനോട് ഉണ്ടായിരുന്നു എന്നാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഉറപ്പിച്ച് പറയുന്നത്. പോലീസുകാർ പറഞ്ഞത് സാറിന് വേദവാക്യമായിരിക്കാം. ആனா நாங்க நம்ப மாட்டோம். because we have an eye witness. കണ്ണാലെ പാട്ട് സാക്ഷി ഇருக்கு. ഓനെ കണ്ണുകൊണ്ട് കണ്ട ദൃക്സാക്ഷിയുണ്ട്. ഇസ്മായിലേ, ഇങ്ങ അടുത്ത് വരി. ഇത് നമ്മുടെ സുലൈമാന്റെ കയ്യാളാ. വടക്കനാ, കൈത്തു പോയാലും കളവ് പറയില്ല. പറ ഇസ്മായിലേ, ഇജ്ജ് എന്താ കണ്ടെന്ന് സാറിന് നേരിട്ട് പറ. ഭയപ്പെട വേണ്ട, ധൈര്യമാ സാർക്കിட்ட சொல்லுங்க. നമ്മള് കണ്ടതാ. സുലൈമാൻ ബാബയുടെ നിലവിളി കേട്ട് വന്ന് നോക്കിയപ്പോഴാ ചോര ചീറ്റി പെടഞ്ഞ് വീണ് കിടക്കണ കണ്ടത്. പെട്ടെന്ന് ഞമ്മള് ചുറ്റും നോക്കിയപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തം മുഖർ തിരിച്ച് വല്ലാത്തൊരു നോട്ടം. അത് അവൻ തന്നെ. ഞമ്മള് ശരിക്കും കണ്ടതാ. കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേങ്കില് അബൂട്ടിനെ മാത്രമേ ഞമ്മൾ തിരിച്ചറിഞ്ഞുള്ളൂ. പിന്നാലെ ഓടി ചെന്നപ്പോഴേക്കും അവന്മാര് വിട്ടുകിടന്നു. നീ വെക്കോ, ശരി. എന്താണ് സാർ? എന്നാലും അത്രയും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ അവൻ? പണം എറിഞ്ഞ കള്ളും കഞ്ചാവും ഫോണും വേണമെന്ന പൊണ്ണും. അയ്യോ വേണ്ട വെങ്കടാചലപതി. 5 സ്റ്റാർ ഹോട്ടൽ സാപ്പാട് വരെ എത്തിച്ചു കൊടുക്കാൻ ആളുണ്ടല്ലോ സാറിന്റെ ഡിപ്പാർട്ട്മെന്റില്. അവൻ എവിടുന്ന് പണം കിട്ടാനാ സാർ? പണമില്ലാതെ അവൻ ഹൈക്കോടതിയിൽ റിവ്യൂവിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ല. ഇനി നമ്മൾ മൂത്രം ഒഴിക്കാൻ പോലും ഇല്ല. അല്ലെങ്കിൽ സാമിയും ക്യാപ്റ്റൻ പ്ലാനിട്ട് പറഞ്ഞതിന് നമ്മൾ കൂട്ടുന്നല്ലേ ഉള്ളൂ. ഓ, ആപത്ത് വരുമ്പോ വരട്ട് ന്യായം പറയാതുങ്കോ അബ്ദുള്ള സാർ. 9ാം ഫ്ലോറിലെ ഫ്ലാറ്റിൽ ഇருந்து என்ன എന്തെങ്കിലും ചെയ്യണമെങ്കിൽ என்ன கடம்ப கிடக்கணும்னு தெரியுமா? இருந்தாலும் ஏதாவது டவுட் இருந்தா உங்களுக்கு நான் இன்ஃபார்ம் பண்றேன். ஓகே? സുപ്രീം കോടതി ജഡ്ജി എന്തെങ്കിലും ഒരു ഇത്തിരി ഹാർബർ വഴി കടന്നു വേണ്ട. ഇനി കാസിംബാവെ നമുക്ക് വേണ്ട. ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പിക കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. പുറത്ത് വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരാണ്. ഫസ്റ്റ് ഫ്ലോറിലെ പത്മാവതിയുടെ ഫ്ലാറ്റിൽ തിരുപ്പതിന്ന് ഏതോ സ്വാമി വന്നിരിക്കാർ. പാത്ത് കൂപ്പിട്ട് വരട്ടുമാ? பாட்டுக்கோ. ஆனா இங்கோட்டு கூட்டு கொண்டு வர வேண்டாம். ஏன் இப்படி சொல்ற? சுவாமிமாரோட மேலுள்ள விசுவாசம் எல்லாம் போயிட்டு இருக்கு. ஐயோ, அப்படி எல்லாம் சொல்லாதீங்க. கடவுள் பொறுக்காது. அந்த கடவுளுக்கே ஓங்கார பொருள் சொல்லி கொடுத்த ஆறுமுகனடினா அசக்க முடியாது, தெரியுமா? யார் இது? இதுதான் எங்களோட பிசினஸ் கேப்டன். എന്തെങ്കിലും ப்ராப்ளம் பண்ணா நம்ம கையிலும் எவிடன்ஸ் வேண்டாமா? அதுக்கு தான் இந்த கேமரா ட்ரிக்கனிலே எல்லாமே ஷூட் பண்ணி வச்சிருக்கேன். கர்மம் கர்மம், உங்களை நம்பவே முடியாது. நான் சாமியை பார்த்துட்டு வரேன். கதவு தாப்பா போட்டுக்குங்க. ஓகே ஓகே. കോൺസ്റ്റബിൾ, വണ്ടി തിരിക്കോ. സ്വാമിയുടെ അപ്പാർട്ട്മെന്റ്സിലേക്ക് വിട്. ഹറി അപ്പ്, ഗോ ഫാസ്റ്റ്. ഉണ്ണികൃഷ്ണ, എന്നെ ഒന്നും ചെയ്യരുത്. ഐ ആം ഓൺലി an advisor. എല്ലാം ക്യാപ്റ്റൻ കോയാർ സാഹിബിന്റെ ഉത്തരവനുസരിച്ച് മറ്റുള്ളവർ പറഞ്ഞ ഒരു മീഡിയേറ്റ് മാത്രം. ഞാൻ കാട്ടേ. കണക്ക് മുഴുവനും നാട്ടുകാരെ ബോധിപ്പിക്കണമെന്നും
പെമ്പിള്ളേരെ പിഴപ്പിച്ച കേസിൽ പരസ്യമായി മാപ്പ് പറയണമെന്നൊക്കെ പറയാൻ ഇയാളെ പ്രധാനമന്ത്രി അതോ സുപ്രീം കോടതി ജഡ്ജു? എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്ന് അറിയാവോ? വേണ്ട, ഇനി കാസിംബാവയെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേക്ക്. പുറത്തു വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരിളകും. ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണിക്കൃഷ്ണൻ നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. ആ സകലതും കേട്ടിട്ട് ആ കാസിം ബാബയുടെ മുഖത്തിന്റെ അടിച്ചോലെ പറഞ്ഞിട്ട് നമ്മുടെ പിടിയിൽ നിന്ന് ഹറാമി രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറെ തന്നെ കിട്ടുമെന്ന് ഞമ്മക്ക് തോന്നണേ ഇല്ല. മതി, നിർത്ത്. സുലൈമാൻ, പാത്തത്തില് എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരാൻ ഞാൻ ഈശ്വരനല്ലല്ലോ, സുബ്രഹ്മണ്യ സ്വാമി. ഉണ്ണിക്കൃഷ്ണ, ഞാൻ എന്നാ വേണേലും തരേ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്തും തരൂ. എന്ത് വേണമെങ്കിലും തരും. ഞാനൊരു ബ്രാഹ്മണ, വാക്ക് മാറില്ല. താ. ബാബയുടെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചതാ. താ. ഉണ്ണിക്കൃഷ്ണ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഏയ്, എന്താ സ്വാമി ഇത് കൊച്ചുകുട്ടികളെ പോലെ? സ്വാമി കുറച്ചു നേരമല്ലോ വാച്ച് നോക്കണോ? എന്താ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോണോ? അതോ പ്രധാനപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടോ? ഇത് ഞാൻ എടുക്കുക. ഉണ്ണിക്കൃഷ്ണ, അത് കൊണ്ടുപോയാലേ? അതിന് സ്വാമി പോവല്ലേ? എങ്ങോട്ട്? സുബ്രഹ്മണ്യ സ്വാമിയുടെ അച്ഛൻ്റെ അടുത്തേക്ക്. ദ റിയൽ ഡോൺ, സാക്ഷാൽ പരമശിവന്റെ അടുത്തേക്ക്. സിക്കന്ദർ ഭായ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. തൊട്ടുകളി വേണ്ട, എടുത്ത് താഴേക്കറിഞ്ഞേക്ക്. കാണിച്ചത് ജയിലിച്ചെന്ന് അവനെ കണ്ട് ഞങ്ങളെ കൊല്ലാൻ വരാൻ പറഞ്ഞ് വെല്ലു വിളിച്ചേക്കണം. പിന്നെ ഞാൻ അവന് ക്ഷൗരം ചെയ്ത് കൊടുക്കണമായിരുന്നോ? അതെ, 10-22 വർഷമായി ഞാൻ ഈ തൊപ്പിയും കുപ്പായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ ഒരുപാട് കഴിവറുടെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് ഈ അൻഡുധൻ. ആ എന്റെ മുമ്പിൽ കൂടി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് വാഴ വെട്ടും പോലെ ഓരോരുത്തർ അടിഞ്ഞു തള്ളിയിട്ട് ചുമ്മാ പുല്ല് പോലെ ജയിലിൽ കയറി കിടക്കണുണ്ട്. സല്യൂട്ട് അടിക്കണോ ഞാൻ? ഒക്കത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അയാളാ ആ സൂപ്രണ്ട് വിശ്വനാഥൻ. പോലീസിലെ ക്രിമിനലാണ് ഞാനെന്ന് കംപ്ലൈന്റ് കൊടുത്തവൻ അയാള്. അവൻ പുറത്തിറങ്ങി വരണം, എന്നാലേ രണ്ടെണ്ണത്തിനെയും പൂട്ടാൻ പറ്റൂ. കോയ സാഹിബ്, അനിരുദ്ധം പറഞ്ഞ നേരാ. അവൻ ഇറങ്ങി വരട്ടോ, എന്നാലേ അവൻ കൊന്നതിനൊക്കെ തെളിവുണ്ടാവും. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അവരെ കത്തിച്ചോളൂ അവന്റെ ജീവനോടെ. ഓനെ അങ്ങനെ കത്തിക്കാൻ പറ്റുമോ? സകല കുതന്ത്രങ്ങളും പഠിച്ച സാമിയെ കൊല്ലാക്കൊല ചെയ്തവനാ ഓൻ. അത് അവന്റെ അവസാനത്തെയാ. ഇനി അവൻ പുറത്തിറങ്ങിയാൽ തിരിച്ചു കേറത്തില്ല. ഹലോ, ഏത് ചാനല്? അതെ, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഇവിടെ മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുമ്പോഴാ ടി വി. എന്തെങ്കിലും ഒരു ഇത്തിരി സാധനം ഹാർബർ വഴി കടത്തി 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാ അപ്പൊ ഇയാൾ പോലീസിനെ അറിയിച്ച് പിടിപ്പിക്കും. എത്ര കോടി ഉറുപ്പിന്റെ മുതലാ പോയെന്ന് അറിയാവോ? ഒന്ന് കണ്ണടച്ച 1 കോടി ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇനി കാസിംബാവയെ നമുക്ക് വേണ്ട. കണക്ക് തീർത്തേക്ക്. പുറത്തു വെച്ചെന്തെങ്കിലും ചെയ്ത നാട്ടുകാരിളകും. ചതിച്ചു വേണം കൊല്ലാൻ. അതിനല്ലേ ആ സലാം എന്ന് പറയുന്ന ഉണ്ണിക്കൃഷ്ണൻ നമ്മൾ പാട്ടിലാക്കാൻ നോക്കിയത്. അമ്പഴക്കാട്ട തറവാട്ടിൽ നിന്ന് വേറെ തന്നെ കൊണ്ടൊന്നും ഞമ്മക്ക് തോന്നണേ. കള്ള ഹിമാറുകൾ ഇവനൊക്കെ വെട്ടി കൊല്ലണം. ഇതെന്തൊരു മറിമായോ? ഹലോ, അതെ.
അല്ലല്ലല്ല ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും മുഖത്ത് കരിവാരി തേക്കാൻ ആരാണ്ടോ ചെയ്ത കാമറാട്രിക്ക. ഇത് സമുദായത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിന്റെ സത്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. മലയാള ഭൂമി പത്രത്തിൽ നിന്നാ പടച്ചോനെ. എന്നാൽ ഇതെങ്ങനെ? ഐ ആം ഷുവർ ഇത് ട്രാപ്പാണ്. കൂടെ തന്നെയുള്ള ആരോ, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച ഏതോ ക്യാമറ. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. വല്ല സൗദിയിലേക്കോ ദുബായിലേക്കോ പറക്കനാണ് ബുദ്ധി. സാഹിബ് എങ്കിലും 2 ടിക്കറ്റ് വിളിച്ചു പറയും. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇതൊക്കെ കണ്ടു കാണും. നിങ്ങളെ പുറത്തെവിടെയും വെച്ച് കണ്ടാ കത്തിക്കും ജനങ്ങള്. തൽക്കാലം കേരളത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നോക്കുക. ഗൾഫിലേക്കോ മറ്റോ ആണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും സേഫ്. ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. പുറത്തു നിന്നുള്ള ഏതെങ്കിലും വണ്ടി പോകുന്നതാണ് ബുദ്ധി. എന്നാ ഇച്ചൊരു വണ്ടി വിളിക്കണോ? വേഗം ആവട്ടെ.